ഇന്ന് നമ്മൾ എങ്ങോട്ടാണെന്നല്ലേ? ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാഴ്ച കാണാനാണ് പോകുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഗരുഡൻ തൂക്കം അല്ലെങ്കിൽ 11 ഗരുഡൻ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ തന്നെ അടുത്തായിട്ട്, അതായത് എൻ്റെ ചിറ്റയൊക്കെ താമസിക്കുന്നത് 7 മൈൽ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ടടുത്താണ് മണർകാട് കാവുള്ളത്, മണർകാട് ടെമ്പിൾ. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഗരുഡൻ തൂക്കം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ട് ചിറ്റമ്മയുടെ വീട്ടിലോട്ട് പോയി, അതായത് 7th മൈലിലുള്ള ചിറ്റയുടെ വീട്ടിൽ പോയി കേട്ടോ. അവിടെ ചെന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി. ഇത് ഒത്തിരി സമയം എടുക്കുന്ന പ്രോസസ്സാണ്. വെളുപ്പിനെ ആവും ഇത് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 1:30 മണി ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ പോയത്. വൈകിട്ട് വെളുപ്പിനെ 1:30 മണിക്കൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, ഇത് ചാടെന്നാണ് ഇതിനെ പറയുന്നത്. അതായത് സിംഗിളായിട്ട് ഓരോ ഗരുഡന്മാർ വരുമല്ലോ. 11 ഗരുഡൻ എന്ന് പറയുന്നത് വേറൊരു ചടങ്ങാണ്. അതിന് മുന്നേ തന്നെ ഒരുപാട് കരക്കാർ ഈ ഗരുഡനെ കൊണ്ടുവരുന്നുണ്ട്, അവരുടെ നേർച്ച പോലെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അന്ന് 10ാമതേ ദിവസമാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ വണ്ടിയിലും അല്ലെങ്കിൽ നടന്നും ഒക്കെ ആയിട്ട് ഗരുഡന്മാർ വരും. എന്നിട്ട് അവർ കൂത്തമ്പലത്തിൽ പോയിട്ട്, അതായത് നമ്മുടെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൂത്തമ്പലം ഉണ്ടാവും. അവിടെ പോയിട്ട് ഇങ്ങനെ ഗരുഡൻ്റെ ഒരു നൃത്തം ചെയ്തതിന് ശേഷം അവർ തിരിച്ചിങ്ങനെ വരും. പിന്നെ ഈ ഗരുഡൻ വരുന്ന സമയത്ത് നമുക്ക് പഴമൊക്കെ എറിഞ്ഞു തരും കേട്ടോ. അവരുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരു വാഴക്കൊല തൂക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്കും കിട്ടി. അപ്പോൾ ഇത് പറയുന്ന ചാടെന്ന വലിയ ചാടാണ്. ഇതാണ് 11 ഗരുഡന്മാരെ കയറ്റി. 11 ഗരുഡൻ എന്ന് പറഞ്ഞാലും ശരിക്കും 12 ഗരുഡന്മാരാണ് ഉള്ളത്. അപ്പോൾ 12 ഗരുഡന്മാരെ അവിടെ കയറ്റി നിർത്തി അത് മനുഷ്യരാൽ ചുമന്നാണ് മുന്നോട്ട് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ വലിയ ക്ഷേത്രങ്ങൾ, അതായത് ഒരുപാട് ഗ്രൗണ്ടുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു ചടങ്ങാണിത്. കൂടുതലും ദേവീ ക്ഷേത്രങ്ങളിലായിരിക്കും നടക്കുന്നത് കേട്ടോ. ഇതെൻ്റെ ഒരു അറിവ് മാത്രമാണ്, എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ എൻ്റെ ഒരു അറിവിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ 3 ഗരുഡനാണ്. ഇങ്ങനെ ഒരുപാട് ഗരുഡന്മാർ ഇങ്ങനെ വരും. എന്നിട്ട് ഇവരെ നൃത്തം അഭ്യസിച്ച്, അതുപോലെ തന്നെ വാദ്യമേളങ്ങളോട് കൂടിയിട്ടാണ് കേട്ടോ. പഞ്ചവാദ്യം ഉണ്ടാവും. അപ്പോൾ ഈ വാദ്യമേളങ്ങളോട് കൂടിയിട്ടാവും ഇവരെ ക്ഷേത്രത്തിന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അമ്പാടി ശരിക്കും ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒത്തിരി ലേറ്റ് ആയല്ലോ, എല്ലാവരും ഉറക്കക്ഷീണത്തിലാണ്. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഇതിനിടയ്ക്കൊക്കെ പോയി കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് കൂത്തമ്പലം. ഞാൻ പറഞ്ഞില്ലേ, ഗരുഡന്മാരെല്ലാം ഈ ക്ഷേത്രത്തിന് ഫ്രണ്ടിലുള്ള കൂത്തമ്പലത്തിൽ വന്നിട്ടാണ് നൃത്തം അരങ്ങേറുന്നത്. അപ്പം നൃത്തം അരങ്ങേറിയതിന് ശേഷം അവർ വീണ്ടും തിരിച്ചു പോയി ചാടിൽ കയറും. ചാടെന്ന് പറയുന്നത് ഈ ഐറ്റമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ്